ഫെബ്രുവരി 4 വേൾഡ് ക്യാൻസർ ഡേ. ഇതിൻ്റെ ഭാഗമായി യൂട്രൈൻ സെർവൈക്കൽ ക്യാൻസർ പ്രിവെൻഷൻ വീക്ക്, അതായത് ഗർഭാശയ മുഖ ക്യാൻസർ എന്നും പറയാം, ഗർഭാശയ ഗള ക്യാൻസർ എന്നും പറയാം, അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഒരു വാരാചരണം, അത് ജനുവരി 21 മുതൽ 28 വരെയാണ് നടക്കുന്നത്. ഈ വാരാചരണത്തോടനുബന്ധിച്ച് തൊടുപുഴ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ഒരു വാക്സിനേഷൻ ക്യാമ്പയിനും HPV സ്ക്രീനിംഗ് ടെസ്റ്റും നടത്താൻ ആഗ്രഹിക്കുന്നു. എന്തിനു വേണ്ടിയാണ് ഈ ഗർഭാശയ ഗള ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാൻ ഒരു വാരാചരണം? ഈ ക്യാൻസറിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇതിനെപ്പറ്റി നിങ്ങളോട് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഡോക്ടർ മീന സോമൻ, തൊടുപുഴ BMHലെ ഓബ്സ്റ്ററ്റിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം സീനിയർ കൺസൾട്ടൻറ്റ്. കണക്കുകൾ പറയുന്നത് സ്ത്രീകളുടെ പ്രത്യുൽപാദന അവയവങ്ങളായ ഗർഭപാത്രം, അണ്ഡാശയം, ഗർഭാശയ ഗളം അല്ലെങ്കിൽ ഗർഭാശയ മുഖം എന്ന് പറയും, സെർവിക്സ്, ഇത് വെച്ച് നോക്കുമ്പോൾ ക്യാൻസറുകളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഗർഭാശയ ഗള ക്യാൻസറാണ്. സ്ത്രീകളുടെ ക്യാൻസർ എടുത്താൽ ഇന്ത്യയിൽ ഈ ക്യാൻസർ ഒന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്ത് ബ്രസ്റ്റ് ക്യാൻസർ, സ്തനാർബുദവുമാണ് വരുന്നത്. എന്നാൽ കേരളത്തിലെ കണക്കുകൾ പറയുന്നത് കേരളത്തിൽ ഒന്നാം സ്ഥാനത്ത് ബ്രസ്റ്റ് ക്യാൻസറും സെർവൈക്കൽ ക്യാൻസറാണ് രണ്ടാം സ്ഥാനത്ത് വരുന്നത്. ലോകമെമ്പാടുമുള്ള സെർവൈക്കൽ ക്യാൻസർ കേസസ് എടുത്താൽ അതിൽ 25% നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്താണ്. അതായത് 4/1 കേസുകളും ഇന്ത്യയിൽ തന്നെയാണ്. ഏറ്റവും സങ്കടകരമായ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ 4/3 കേസുകളും ഡയഗ്നോസ് ചെയ്യുന്നത്, അതായത് ഡിറ്റക്റ്റ് ചെയ്യുന്നത് ലേറ്റ് സ്റ്റേജിലാണ്. പക്ഷേ എന്നിരുന്നാലും ഈ ക്യാൻസറിനൊരു പ്രത്യേകതയുണ്ട്. ഇതാണ് ഒരേ ഒരു ക്യാൻസർ, വാക്സിൻ കൊണ്ട് തടയാവുന്ന ഒരേ ഒരു ക്യാൻസർ. അതുപോലെ തന്നെ സ്ക്രീനിങ് ടെസ്റ്റും അവൈലബിൾ ആയിട്ടുള്ള ക്യാൻസർ ഇത് മാത്രമാണ്. വളരെ ഇഫക്റ്റീവായിട്ടുള്ള സ്ക്രീനിങ് ടെസ്റ്റും അവൈലബിൾ ആയിട്ടുള്ള ക്യാൻസർ ഇത് മാത്രമാണ്. എന്നിട്ടും 4/3 കേസുകളും ലേറ്റ് സ്റ്റേജിലാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഈ സ്റ്റേജിൽ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റാത്ത, ഒരു ട്രീറ്റ്മെൻറ്റും കൊടുക്കാൻ മേലാത്ത അവസ്ഥയാണ്. ഈ ക്യാൻസർ മൂലമുള്ള മരണങ്ങളുടെ കണക്കൊന്ന് നോക്കിയാൽ രണ്ടാം സ്ഥാനത്താണ് സെർവൈക്കൽ ക്യാൻസർ നിൽക്കുന്നത്. ലോകത്തിൽ നിന്ന് തന്നെ ഈ മഹാമാരിയെ തുടച്ചു നീക്കുന്നതിന് നമുക്ക് 2 നെടും തൂണുകളാണ് നമ്മളുടെ കൈവശമുള്ളത്. പില്ലേഴ്സ് എന്ന് പറയാം, എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഈ നെടും തൂണുകളാണ് ഒന്ന് HPV വാക്സിനും സെർവൈക്കൽ ക്യാൻസർ സ്ക്രീനിംഗ് ടെസ്റ്റും. ഞാൻ ആദ്യം ഈ സെർവൈക്കൽ ക്യാൻസർ സ്ക്രീനിംഗ് ടെസ്റ്റിലേക്ക് തന്നെ ഒന്ന് കിടക്കുകയാണ്. സെർവൈക്കൽ ക്യാൻസറിനെ സ്ക്രീനിംഗ് ടെസ്റ്റുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്യാൻസറിൻ്റെ ഏർലി ഡിറ്റക്ഷൻ, അതായത് വളരെ നേരത്തെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ സെർവൈക്കൽ ക്യാൻസറിന് വേണ്ടിയുള്ള 2 സ്ക്രീനിംഗ് ടെസ്റ്റുകളാണ് HPV ടെസ്റ്റും പാപ്സ്മിയർ ടെസ്റ്റും. HPV സ്ക്രീനിംഗ് ടെസ്റ്റ്, അതായത് ഈ ക്യാൻസറിന് കാരണമായിരിക്കുന്ന വൈറസിൻ്റെ പേരാണ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. ഈ അണുബാധ എത്തിയിട്ടുണ്ടോ എന്നറിയാനുള്ള ടെസ്റ്റാണ് HPV ടെസ്റ്റ്. ഈ അണുബാധ സാധാരണമായി ഉണ്ടാകുന്നത് ലൈംഗിക ബന്ധത്തിലൂടെയാണ്. ഞാൻ പറഞ്ഞല്ലോ 2 സ്ക്രീനിംഗ് ടെസ്റ്റുകളാണ് ഉള്ളത്, HPV ടെസ്റ്റും പാപ്സ്മിയർ ടെസ്റ്റും. HPV ടെസ്റ്റ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ വൈറസിൻ്റെ സാന്നിധ്യം അറിയിക്കുന്നു. പാപ്സ്മിയർ ടെസ്റ്റ് ഈ വൈറസ് മൂലമുള്ള ഉണ്ടാക്കുന്ന കോശവ്യതിയാനങ്ങളെ കണ്ടുപിടിക്കാൻ സഹായിക്കുന്നു. ഈ 2 ടെസ്റ്റുകളും പ്രീ ക്യാൻസറസ് കണ്ടീഷൻ, അതായത് ക്യാൻസറിന് മുമ്പുള്ള കോശവ്യതിയാനങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയിക്കുന്ന ടെസ്റ്റുകളാണ്. ഇതിനെ രണ്ടിനെയും കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ HPV ടെസ്റ്റാണ് കൂടുതൽ സെൻസിറ്റീവ്. ഇത് ഒരിക്കൽ ടെസ്റ്റ് ചെയ്തു നെഗറ്റീവ് ആണെങ്കിൽ 5 വർഷം കഴിഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്താൽ മതി. പാപ്സ് ടെസ്റ്റ് ആണെങ്കിൽ 3 വർഷം കൂടുമ്പോൾ, ടെസ്റ്റ് ചെയ്ത് നെഗറ്റീവ് ആണെങ്കിൽ അടുത്ത 3-ാം വർഷം ടെസ്റ്റ് ചെയ്താൽ മതി. നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് 30 മുതൽ 45 വയസ്സ് വരെയുള്ള ഏജ് ഗ്രൂപ്പിലാണ് ഈ സ്ക്രീനിങ് ടെസ്റ്റ് നടത്തേണ്ടത്. സ്ക്രീനിങ് ടെസ്റ്റ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ക്യാൻസർ എന്നല്ല അർത്ഥം, പ്രീ ക്യാൻസറസ് കണ്ടീഷനാണ് ഐഡൻറ്റിഫൈ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ക്യാൻസറിലേക്ക് പോയിട്ടുണ്ടോ എന്നറിയാൻ നമുക്ക് കൺഫർമേറ്ററി ടെസ്റ്റുകളായ ബയോപ്സിയൊക്കെ എടുക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് HPV വാക്സിനിലേക്ക് കിടക്കാം. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിൻ. നാം പറഞ്ഞല്ലോ സെർവൈക്കൽ ക്യാൻസറിന് കാരണമായ വൈറസാണ് HPV വൈറസ്. ഈ HPV വൈറസ് അണുബാധ മൂലമാണ് ഈ ക്യാൻസർ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ അണുബാധ വരാതിരിക്കാനുള്ള വാക്സിൻ, ഏകദേശം ഒരു 200 ടൈപ്പ് വൈറസുകളുണ്ട്. അതിൽ പ്രധാനമായും 2 എണ്ണമാണ് സെർവൈക്കൽ ക്യാൻസറിന് കാരണമാകുന്നത്.
HPV 16ഉം 18ഉം. നമ്മൾ ഏത് ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാർക്കാണ് ഈ വാക്സിൻ കൊടുക്കേണ്ടത്? അതായത് ടാർജറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് 9 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള പെൺകുട്ടികളാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഏജിൽ കൊടുക്കുന്നത്? നമ്മൾ ഈ ഏജിൽ വാക്സിനേറ്റ് ചെയ്താൽ ഇമ്മ്യൂണിറ്റി, പ്രതിരോധം മാക്സിമമാണ്. പക്ഷേ എന്നിരുന്നാലും ഇനി എടുക്കാൻ പറ്റിയില്ല, 15 വയസ്സിനുള്ളിൽ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ 25 വയസ്സ് വരെ കൊടുക്കാം. ഇതിന് നമ്മൾ ക്യാച്ചപ്പ് ഗ്രൂപ്പ് എന്ന് പറയും. ഇന്ത്യ മഹാരാജ്യത്ത് ഈ വാക്സിന് 45 വയസ്സ് വരെ കൊടുക്കാമെന്നാണ് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്. കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ലോകത്തെമ്പാടുമുള്ള കേസുകളുടെ 25% ഇന്ത്യയിൽ തന്നെയാണ്. വാക്സിൻ എന്ന് പറയുമ്പം ആദ്യം ആൾക്കാർ ചോദിക്കുന്നത് ഇതുകൊണ്ടുള്ള ഇത് സൈഡ് ഇഫക്റ്റുകൾ എന്തൊക്കെയാണ്? ഇതിന് യാതൊരു സൈഡ് ഇഫക്റ്റും ഇല്ലെന്ന് തന്നെ പറയാം. വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ചെറിയൊരു പെയിൻ കാണും. ആ സൈറ്റിൽ, ഇഞ്ചക്ഷൻ സൈറ്റിൽ ഒരു 10 മിനിറ്റ് ഒബ്സർവ് ചെയ്യുക, എന്നിട്ട് വിടുക. 2 ഡോസായിട്ടാണ് കൊടുക്കുന്നത്. ആദ്യ ഡോസ് എടുത്ത് 6 മാസം കഴിയുമ്പം സെക്കൻഡ് ഡോസും കൊടുക്കും. ഇനി കൊടുക്കാൻ മേലാത്തവരാരൊക്കെയാണ്? എന്തെങ്കിലും അലർജി ഉള്ളവർക്ക് കൊടുക്കാൻ പറ്റില്ല. പിന്നെ ഗർഭിണികൾക്ക് സാധാരണ നമ്മൾ റെക്കമെൻഡ് ചെയ്യാറില്ല. ഇനി ഗർഭിണി ഒരു ഡോസ് എടുത്തു എന്ന് കരുതി ഗർഭം അലസിപ്പിക്കേണ്ട കാര്യമില്ല. ഇനി നമ്മളുടെ ഇന്ത്യയിൽ അവൈലബിൾ ഇന്ത്യയിൽ ലൈസൻസ്ഡ് ആയിട്ടുള്ള വാക്സിനുകൾ ഏതൊക്കെയാണ്? സെർവാറിക്സ്, ഗാർഡാസിൽ 9. ഈ 3 വാക്സിനും 2006 മുതൽ ഇന്ത്യയിൽ അവൈലബിൾ ആണ്. പക്ഷേ ഈ വാക്സിനുകൾ അത്ര കോസ്റ്റ് ഇഫക്റ്റീവ് അല്ല. അപ്പം ഇന്ത്യ തന്നെ ഉണ്ടാക്കിയ സീറം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വാക്സിനായ സെർവാവാക്സ് എന്ന വാക്സിനാണ് ഏറ്റവും കോസ്റ്റ് ഇഫക്റ്റീവായിട്ടുള്ള വാക്സിൻ. അപ്പോൾ ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി നമ്മളത് വളരെ കുറഞ്ഞ റേറ്റിൽ അത് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. HPV സ്ക്രീനിങ് ടെസ്റ്റിൻ്റെ കോസ്റ്റും ഈ ക്യാമ്പയിനിൽ കൂടി കുറച്ച് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ചിലർക്കുള്ള ഒരു സംശയമുണ്ട്, ഇത് ആൺകുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുമോ? ആൺകുട്ടികളേക്കും വേണമെങ്കിൽ കൊടുക്കാം. 10 മുതൽ 14 വയസ്സുള്ള ആൺകുട്ടികൾക്ക് ഈ വാക്സിൻ കൊടുത്താൽ ഗുഹ്യഭാഗത്തുള്ള വാർട്ടുകൾ, അവിടെ ഉണ്ടാകുന്ന ക്യാൻസറുകൾ ഒക്കെ തടയാൻ പറ്റും. സാധാരണയായി നമ്മൾ ഇന്ത്യയിൽ ഇപ്പം സ്ത്രീകൾക്കാണ് ഇത് റെക്കമെൻഡ് ചെയ്യുന്നത്. ലോകമെമ്പാടും ഏകദേശം 160 രാജ്യങ്ങളിൽ ഈ വാക്സിനേഷൻ ഷെഡ്യൂളിൻ്റെ ഭാഗമായി മാറിയിരിക്കുകയാണ്. WHO മിഷൻ അനുസരിച്ച് 2030 ഈ രോഗത്തെ, സർവൈക്കൽ ക്യാൻസറിനെ ലോകത്തിൽ നിന്ന് തന്നെ നിർമ്മാർജ്ജനം ചെയ്യാനാണ് WHO ആഗ്രഹിക്കുന്നത്. അതായത് കേരള ഫെഡറേഷൻ ഓഫ് ഒബ്സ്റ്ററ്റിക്സ് ആൻഡ് ഗൈനക്കോളജിക്കൽ സംഘടന, KFOG എന്ന് പറയും, അവരാഗ്രഹിക്കുന്ന ഒരു സർവൈക്കൽ ക്യാൻസർ ഫ്രീ കേരള സ്റ്റേറ്റാണ്. WHO-യുടെയും KFOG-ൻ്റെയും ഒക്കെ മിഷനുമായിട്ട് നാം ഒക്കെ സഹകരിച്ചേ പറ്റൂ. കേരള സ്റ്റേറ്റിനു വേണ്ടി ഈ ക്യാൻസർ പ്രിവെൻഷൻ വാരാചരണത്തിൽ നിങ്ങളോട് നടത്താനുള്ള അഭ്യർത്ഥന എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ടീനേജേഴ്സ് 9 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള പെൺകുട്ടികളെയും പേരക്കുട്ടികളെയും ഈ വാക്സിനേഷൻ എടുപ്പിക്കാൻ നമ്മൾ അമ്മമാരും വല്യമ്മമാരും മുന്നിട്ടിറങ്ങണം. ഇനി ഞാൻ പറഞ്ഞ ഈ വാക്സിൻ്റെ കാര്യത്തിലും സ്ക്രീനിങ് ടെസ്റ്റിൻ്റെ കാര്യത്തിലും സാധാരണയായിട്ട് നമുക്ക് സംശയങ്ങളുണ്ടാകാം. അങ്ങനെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ BMH-മായി, തൊടുപുഴയിലെ BMH-മായി ബന്ധപ്പെടുക. ഞങ്ങൾ അതിൻ്റെ കാര്യങ്ങൾ വിശദമായി പറഞ്ഞു തരും. എന്നൊക്കെയാണ് ഈ ക്യാമ്പയിൻ നടത്താൻ ഉദ്ദേശിക്കുന്നത്, എന്താണ് ഇതിൻ്റെ ചിലവ് വരുന്നത്, എല്ലാം ക്ലിയറാക്കി തരാം. താങ്ക് യു.